മലയാള സിനിമയ്ക്ക് സംഭവിച്ച ഏറ്റവും വലിയ കൈവിട്ടുപോയ ഭാഗ്യം വിദ്യാബാലൻ. വർഷം 2000. മലയാളത്തിലെ എക്കാലത്തെയും വലിയ ഹിറ്റ് കൂട്ടുകെട്ടായ ലോഹിതദാസും കമലും ഒന്നിക്കുന്നു. നായകനായി സാക്ഷാൽ മോഹൻലാൽ. ആ ചിത്രത്തിലേക്ക് നായികയായി എത്തിയത് പാലക്കാട്ടുകാരിയായ ഒരു സുന്ദരി പെൺകുട്ടിയായിരുന്നു, വിദ്യ. ഷൂട്ടിംഗ് തുടങ്ങി 10-15 ദിവസം പിന്നിട്ടപ്പോഴേക്കും വിദ്യ ആകെ സന്തോഷത്തിലായിരുന്നു. മോഹൻലാലിനെ പോലൊരു ഇതിഹാസത്തിനൊപ്പം അരങ്ങേറ്റം കുറിക്കാൻ കഴിയുന്നത് ഏതൊരു നടിയുടെയും സ്വപ്നമല്ലേ? പക്ഷേ വിധി കാത്തുവെച്ചത് മറ്റൊന്നായിരുന്നു. ചില സാങ്കേതിക കാരണങ്ങളാൽ ആ സിനിമ പാതി വഴിയിൽ മുടങ്ങി. അതോടെ വിദ്യയുടെ കരിയറിൽ കരിനിഴൽ വീണു. സിനിമാലോകം ആ പെൺകുട്ടിയെ ക്രൂരമായി മുദ്രകുത്തി, രാശിയില്ലാത്തവൾ എന്ന്. ഈ ഒറ്റ ലേബിൾ കാരണം വിദ്യ അന്നൊപ്പിട്ടിരുന്ന 12ഓളം സിനിമകളിൽ നിന്നാണ് ഒന്നിനു പുറകെ ഒന്നായി പുറത്താക്കപ്പെട്ടത്. മലയാളവും തമിഴും ഒരുപോലെ അവഗണിച്ചപ്പോൾ വിദ്യ തോറ്റുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. അപമാനങ്ങളും പരിഹാസങ്ങളും ഏറ്റുവാങ്ങി മുംബൈയിലേക്ക് മടങ്ങിയ വിദ്യയെ പിന്നീട് ലോകം കണ്ടത് പരിണീത എന്ന ചിത്രത്തിലൂടെ ബോളിവുഡിനെ ഞെട്ടിക്കുന്നതാണ്. പിന്നീട് ഭൂൽ ഭുലയ്യയും ഡേർട്ടി പിക്ചറും കഹാനിയുമൊക്കെയായി വിദ്യാബാലൻ എന്ന പേര് ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും കരുത്തുറ്റ ബ്രാൻഡായി മാറി. അന്ന് മലയാള സിനിമ ഭാഗ്യമില്ലാത്തവൾ എന്ന് പറഞ്ഞ് പടിയിറക്കിവിട്ട ആ പെൺകുട്ടി ഇന്ന് ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും മികച്ച നടിമാരിലൊരാളാണ്. തോൽക്കാൻ മനസ്സില്ലാത്തവർക്കുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് വിദ്യയുടെ ഈ ജീവിതകഥ.